ഗുഡ് മോർണിംഗ് എവരി വൺ. ഇതാണ് വെള്ളിക്കൽ പാർക്ക്, നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം പാർക്ക്. അതിന് മേലെയായിട്ടാണ് ഈ വീടും. ഈ വീടിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഇതാണ് ഏദൻ ഗാർഡൻ. നിറച്ചും മണിമുല്ല വെച്ചിട്ട് ഉള്ള ആർക്കാണ്, അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ്. മണിമുല്ല പൂക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ നല്ല രസമാണ്, നിറച്ചും വെള്ളയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീടിടാം. അതിലേ ഇങ്ങനെ കയറുമ്പോൾ ആണ് ഈ ഏദൻ ഗാർഡനിലേക്ക് എത്തുന്നത്. നിറച്ചും ബോഗൺവില്ലകളും ബാക്കിയുള്ള പൂക്കളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഏദൻ ഗാർഡൻ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതിനാൽ എന്തൊക്കെയാണ് എല്ലാവർക്കും കാണേണ്ടത് എന്നെനിക്കൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഏദൻ ഗാർഡൻ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ ഈ വലത് സൈഡിൽ കൂടുതലും ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളതാണ്. ചെറിയ പ്രൈസ് മുതൽ വലിയ പ്രൈസ് വരെ ഉണ്ട്. പിന്നെ ചില ഹൈബ്രിഡുകളും ഒക്കെയുണ്ട്. ഏദൻ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഭയങ്കര ചീപ്പായിട്ടും കിട്ടുന്നുള്ളതാണ്. ഇവിടെ 60 രൂപ മുതലുള്ള സെലക്ഷൻസ് ഉണ്ട്. ഞാനെല്ലാം കാണിച്ചു തരാം. പല പല വെറൈറ്റീസ് ഉണ്ട്. ഇതിനകത്ത് ഗ്രാഫ്റ്റഡ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ ചെറിയ ചെടികളുണ്ട്, വലിയ ചെടികളുണ്ട്. ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോനകത്ത് ഓരോന്നിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഞങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ചില സമയത്ത് ഹോൾസെയിലൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ ഫുൾ കാലിയാവും. ഇതിപ്പം കുറേ കാലിയായതാണ്. ഈ ഭാഗത്ത് ഫുൾ 100 രൂപേൻ്റെ ചെടികളായിരുന്നേ. അത് മുഴുവൻ ഇപ്പം ഒരു ഹോൾസെയിൽ പോയപ്പോഴത്തേക്ക് കാലിയായതാണ്. അല്ലെങ്കിൽ ഇവിടെ നിറച്ചും പൂക്കളായിരുന്നു. ഇതാണ് ഇപ്പം 100 രൂപേൻ്റെ ആണ്. 100 രൂപേൻ്റെ ഇതിനകത്ത് ഒരുപാട് ചെടികളുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചൊന്ന് പോയതാണ്. വേറെയും കുറേ വെറൈറ്റീസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തും ഉണ്ട് 100ൻ്റെ വെറൈറ്റീസ്. ഇത് ഒക്കെ 60ൻ്റെയാണ്. ഇതിലും പൂത്ത് നിൽക്കുന്ന 60ൻ്റെ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ സൈഡിലാണേ. പിന്നെ ഇവിടെ ആ സൈഡിലാണെങ്കിലും ഈ നിൽക്കുന്ന വലിയ ചെടികളൊക്കെ 100 രൂപേൻ്റെ കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് വലിപ്പം തിരിയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ കാണുന്നതൊക്കെ വലിയ ചെടികളൊക്കെ 100 രൂപേൻ്റെ കേട്ടോ. ഈ സെറ്റിൽ ഏതെടുത്താലും 100 കേട്ടോ. ഒരുപാട് 18 വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ചില സമയത്ത് ഈ ഏദൻ ഗാർഡൻ എൻ്റെ അമ്മേൻ്റെ കേട്ടോ. ഇതിനകത്ത് അമ്മ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വെച്ചിട്ട് ആരാണോ ലക്കി അവർക്കത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് വിൽക്കാറുണ്ട് ഇടയ്ക്ക്. ഇതിനകത്ത് നിങ്ങൾക്ക് പലർക്കും ഇവിടെ വന്നിട്ടുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിനൊക്കെ 100 ആണോയെന്ന്. അത് അമ്മ ചില സമയത്ത് വെക്കുന്ന കേട്ടോ. അപ്പം ഇതിനകത്ത് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ കുറേ വെറൈറ്റീസ്. ഇതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ഉണ്ടാക്കാം. അതേപോലെ ഇതെങ്ങനെയാണ് ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടതെന്നോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൻ്റെയും വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും പിന്നീട്. പിന്നെ ഏദൻ ഗാർഡനിൽ കുറേ പേര് വിചാരിക്കുന്നത് എപ്പോഴും ബോഗൺവില്ല മാത്രമേ ഉള്ളൂ എന്ന്. ബോഗൺവില്ല മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. ഇത് മാവുണ്ട്. മാവൊക്കെ ഇവിടെ കാച്ച് നിൽപ്പുള്ള മാവുണ്ട്, പൂത്ത് നിൽക്കുന്ന മാവുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ പോയാൽ ഇതുണ്ടോ, കാച്ച് നിൽക്കുന്ന മാവാണ്. ഇതുണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതേ ചാമ്പയ്ക്കുണ്ട്. ഇത് സ്വീറ്റ് അമ്പഴക്ക ആണെന്നാണ് എൻ്റെ കറക്റ്റ് നെയിം. ഞാനിതിൻ്റെ വലിയ എക്സ്പെർട്ടൊന്നുമല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. പൂത്ത് നിൽക്കുന്ന മാവുകൾ എത്രയാ. പിന്നെ ഇത് പ്ലാവുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്.
ഇതിനകത്ത് പോയാൽ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നതായിരിക്കേ, ഡീറ്റെയിൽ ആയിട്ട്. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാടായിപ്പോയില്ലേ. ഇത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോഗൺവില്ല, സക്കുറ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് സക്കുറ അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് തരാം അല്ലേ. ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. 100 അതിൽ കൂടുതലാണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഉള്ള വീഡിയോസ് ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതാണ്. ഇതിനകത്ത് 3 കളറാണ്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നാരങ്ങേൻ്റെ ഇത് കണ്ടോ, നിറച്ചും കാഴ്ച നിൽക്കുന്ന നാരങ്ങ, അതിൻ്റെ ചെടിയുണ്ട്. പിന്നെ എല്ലാവിധ ചെടികളും ഉണ്ട് ഇവിടെ. പിന്നെയും നാരങ്ങേൻ്റെ എത്രയാണ് കാഴ്ച നിൽക്കുന്നത്, കാഴ്ചയും പൂത്തൊക്കെ. പിന്നെ ഇവിടെ പിന്നെ 60ൻ്റെ കുറേ ചെടികളുണ്ട്. വേറെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ കുരുമുളകുണ്ട്, എല്ലാ കൂട്ടും ഉണ്ട്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ അപ്പൻ്റെ സ്വന്തം ഏതൻ ഗാർഡൻ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറയണേട്ടോ. ഇവിടെ ഒരു ദിവസം ഞാൻ സൺസെറ്റിൻ്റെ വീഡിയോ ഇടാം. ഇവിടെയാണ് സൺസെറ്റ് വരുന്നത്. അപ്പോൾ ഈവനിങ് വരുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.